ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ വേൾഡ് കപ്പിലുടനീളം പല വിവാദങ്ങളുടെയും ആരോപണങ്ങളുടെയും ഭാഗമായ ടീമാണ് അർജന്റീന. വേൾഡ് കപ്പ് ഫൈനലിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ അർജന്റീനയ്ക്ക് ലഭിക്കുന്ന വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും പരിഹാസങ്ങൾക്കും കയ്യും കണക്കുമില്ല. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ നിന്നും ഫ്രാൻസിൽ നിന്നും അതുപോലെ തന്നെ സ്പെയിനിൽ നിന്നുമൊക്കെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും അർജന്റീനയ്ക്ക് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. മുൻ ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ആയിരുന്ന ബെൻ ഫോസ്റ്റർ ഇപ്പോൾ മെസ്സിയെയും അതുപോലെ തന്നെ അർജന്റീനയെയും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് കുക്കുറയ്യക്ക് റെഡ് കാർഡ് നൽകണം എന്നുള്ളത് മെസ്സി ആവശ്യപ്പെട്ടല്ലോ, അത് വളരെയധികം തരം താഴ്ന്ന ഒരു പ്രവൃത്തിയായി പോയി എന്നാണ് മുൻ ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ആയിരുന്ന ബെൻ ഫോസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു ടീമായിക്കൊണ്ട് അർജന്റീന ഇപ്പോൾ മാറിയെന്നും ഇദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മെസ്സി കുക്കുറയ്യക്ക് റെഡ് കാർഡ് നൽകാൻ ആവശ്യപ്പെട്ടത് തരം താഴ്ന്ന പ്രവൃത്തിയായി പോയി. സത്യം പറഞ്ഞാൽ അവിടെ അങ്ങനെ ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവും ഉണ്ടായിരുന്നില്ല. എനിക്ക് മെസ്സിയെ ഇഷ്ടമാണ്, പക്ഷേ മെസ്സിയുടെ ആ പ്രവൃത്തിയോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. വേൾഡ് കപ്പ് ഫൈനൽ പോലെയുള്ള ഒരു മത്സരത്തിൽ അത്തരം കാര്യങ്ങൾ കാണിക്കുന്നത് തീർത്തും ഒരു മിസ്റ്റേക്കാണ്. ഈ ഫൈനലിൽ ഉടനീളം അർജന്റീന താരങ്ങളുടെ പെരുമാറ്റം അത് വളരെ മോശമായിരുന്നു. യോജിക്കാനാവാത്ത പലതും ഈ വേൾഡ് കപ്പിൽ അവരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ട്. അവരുടെ നിലവാരം ഇപ്പോൾ കുറഞ്ഞു. ലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ട ടീമായിക്കൊണ്ട് അർജന്റീന ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇതാണ് ബെൻ ഫോസ്റ്റർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ലോകമെമ്പാടുമുള്ള പലരും ഇപ്പോൾ അർജന്റീനയെ വളരെയധികം വെറുക്കുന്നു, ഹെയ്റ്റ് ചെയ്യുന്നു എന്നാണ് ബെൻ ഫോസ്റ്ററുടെ ഒരു ആരോപണമായിക്കൊണ്ട് വരുന്നത്. ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള പ്രശ്നം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മാൽവിനാസ് ദ്വീപിന്റെ പേരിലുള്ള വിവാദങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൽ നിന്നും വലിയ വിമർശനങ്ങളാണ് അർജന്റീന ടീമിന് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.